ഓക്കെ, വെൽക്കം ബാക്ക് ടു സൂബ് ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോളിന് വരാനിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സും ഇവന്റ്സും പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ചൊന്നല്ല, കുറച്ചധികം പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ പോണേക്കാൻ മുമ്പ് ആരെങ്കിലും ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്യുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഹൈപ്പ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്താ? ഫ്രീ കാർഡ്സ്, ഫ്രീ കോയിൻസ്, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കുറച്ച് 2-3 മാസത്തിനുള്ളിൽ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് കുറേ അധികം കിട്ടും. കാരണം അത്രയധികം ഇവന്റ്സ് നമ്മുടെ ഗെയിമിൽ വരാനുണ്ട്. അതൊക്കെ ഏതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ April 2 ഒരു ഗ്ലോബൽ അപ്ഡേറ്റ് വരാനുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റിന് ശേഷം മാസ്റ്റർ ലീഗ് കൊണ്ടുവരുമെന്നാണ് കൊണാമി പറയുന്നത്. അപ്പോൾ മൊബൈലിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചിട്ടില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് കൺസോൾ വന്ന് കഴിഞ്ഞിട്ടായിരിക്കും മൊബൈൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരും. മൊബൈലിൽ വരും, കൺസോളും ഒരുമിച്ച് വരും. അപ്പോൾ എങ്ങനെ മാസ്റ്റർ ലീഗ് വന്ന് അത്യാവശ്യം ഗെയിം കളിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. മാസ്റ്റർ ലീഗ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ മിക്കവാറും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്തൊക്കെയാണ് മാസ്റ്റർ ലീഗിൽ ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഒരു ഐഡിയ അനുസരിച്ച് ഗ്രാഫിക്സും ഇതൊക്കെ മാറുമായിരിക്കും. മാസ്റ്റർ ലീഗ് ഇവന്റിൽ മാത്രം ഗ്രാഫിക്സ്, പിന്നെ പ്ലെയറിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, മാനേജർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുമായിരിക്കും. പിന്നെ ഇവന്റ്സ് അത്യാവശ്യം കൊള്ളായിരിക്കും. അതാണ് മാസ്റ്റർ ലീഗ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. എങ്ങനെ 2 ദിവസം വരാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും മാസ്റ്റർ ലീഗ്. ഓക്കെ, പിന്നെ ഫ്രീ കാർഡ്സും ഫ്രീ കോയിൻസും ഈ അപ്ഡേറ്റിൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ മിക്കവാറും ഉണ്ടാവത്തില്ല. കാരണം നമ്മുടെ 9th ആനിവേഴ്സറി നമുക്ക് വരാനുണ്ട്. 9th ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നമുക്ക് ബാറ്റിസ്റ്റൂട്ട, മൈക്ലോൻ, അവനൊക്കെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് എടുക്കാൻ പറ്റിയില്ലേ? അപ്പോൾ അതുപോലത്തെ വീണ്ടും 9th ആനിവേഴ്സറി, കഴിഞ്ഞ കൊല്ലം 8th ആനിവേഴ്സറി, ഈ കൊല്ലം 9th ആനിവേഴ്സറി മിക്കവാറും മെയിലാണ് കൊണാമി പറഞ്ഞേക്കുന്നത്. അപ്പോൾ മെയിൽ അത്യാവശ്യം ഫ്രീ കാർഡ്സും ബാറ്റിസ്റ്റൂട്ട, ഓവനെ പോലത്തെ പ്ലേയേഴ്സ് തരാണെങ്കിൽ, ആ പ്ലേയേഴ്സിനല്ല അതിനേക്കാൾ കിഡിലൻ പ്ലേയേഴ്സിനെ തരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗെയിം കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ 9th ആനിവേഴ്സറി വന്നത് മെയിലാണ്. അപ്പം നിങ്ങളെ പ്രഡിക്ഷൻസ് ഒന്ന് കമന്റ് ചെയ്യുക. ഏതൊക്കെ കാർഡ്സ് ആണ് നമുക്ക് 9th ആനിവേഴ്സറി നമുക്ക് ഫ്രീ ആയിട്ട് കൊണാമി തരാൻ പോകുന്നത്? മര്യാദക്ക് നല്ല കാർഡ്സ് ഒന്നും അത്യാവശ്യം കിഡിലായിരിക്കും. മിക്കവാറും ഈ കൊല്ലം വന്ന എപ്പിക്സ് ആയിരിക്കും മിക്കവാറും അതിൽ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ പുതിയ എപ്പിക്സിനെ ആഡ് ആക്കുമായിരിക്കും. അപ്പോൾ എന്തൊക്കെയായാലും ഈ മാസം മാസ്റ്റർ ലീഗും അടുത്ത മാസം 9th ആനിവേഴ്സറി വരാനുണ്ട്. മാസ്റ്റർ ലീഗിൽ അത്രയും ഫ്രീ കാർഡ്സ് കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണാമി തരണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മാസം മിക്കവാറും മാസ്റ്റർ ലീഗിന് അങ്ങ് മുങ്ങിപ്പോവും. അടുത്ത മാസം 9th ആനിവേഴ്സറി, അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന്റെ ഇവന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ ഫുട്ബോൾ തുടങ്ങിയവരാണെങ്കിൽ, അല്ലെങ്കിൽ പെസ് തുടങ്ങിയവരാണെങ്കിൽ നമുക്ക് വേൾഡ് കപ്പ് ഇവന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. കാരണം വേൾഡ് കപ്പ് ഇവന്റ് അത്യാവശ്യം നല്ല ഫ്രീ കാർഡ്സ് നല്ല അത്യാവശ്യം കാർഡ്സ് ഒക്കെ കൊണാമി ഇറക്കി വിടുന്ന ഒരു ഇവന്റാണ് വേൾഡ് കപ്പ്. ഫുട്ബോൾ ഇതാണല്ലോ. അപ്പം അത്യാവശ്യം കിടിലായിട്ടുള്ള പാക്സ് വരും, മാനേജേഴ്സ് വരും, എല്ലാ മാനേജേഴ്സും എല്ലാ പ്ലേയേഴ്സും ആ ഗെയിമിൽ വരും. ഓക്കെ, ഇപ്പോൾ വേൾഡ് കപ്പ് ഇവന്റ് അത്യാവശ്യം കിടിലാണ്. ഈ ഫുട്ബോൾ അത്യാവശ്യം കുറേ അധികം പ്ലേയേഴ്സും പാക്സും നമുക്ക് കോയിനൊക്കെ അത്യാവശ്യം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ വേൾഡ് കപ്പിന് അത്യാവശ്യം പാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഇരട്ടി മിക്കവാറും ഈ കൊല്ലം കൊണ്ടുവരായിരിക്കും. ഇപ്പോൾ വേൾഡ് കപ്പ് ഇവൻ്റാണ് മെയിനായിട്ട് എനിക്ക് ഹൈലൈറ്റ് ആണ് നിൽക്കുന്നത്. 9th ആനിവേഴ്സറി ഉണ്ട്. 9th ആനിവേഴ്സറി ആണ് ഫ്രീ കാർഡ്സ് കിട്ടാൻ പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം നിങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പെസ് കളിക്കുന്നവരാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം നെയ്മർ, മെസ്സി, ഗീസ്മർ എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് കളിക്കുന്നവർ, അപ്പോൾ തൊട്ട് കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ആരാണ് അന്ന് എടുത്തതെന്ന്. ഓക്കെ, അപ്പോൾ അതിനേക്കാൾ കിഡിലായിട്ടുള്ള പാക്സ് മിക്കവാറും ഈ കൊല്ലത്തെ വേൾഡ് കപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേൾഡ് കപ്പ് ഇവന് അത്യാവശ്യം കിഡിലായിട്ട് ഈ ഫുട്ബോളിൽ നിൽക്കുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഫുട്ബോൾ 2027 അപ്ഡേറ്റ് ഓഗസ്റ്റിൽ വരാൻ പോണത്. അപ്പോൾ ആ അപ്ഡേറ്റിന് ശേഷവും മിക്കവാറും നല്ല നല്ല കാർഡ്സ്, ഫ്രീ കോയിൻസ് ഒക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കിടിലായിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ഇനി 2-3 മാസത്തിനകം ഈ ഫുട്ബോളിൽ വരും. അപ്പോൾ അത്യാവശ്യം കളിക്കാൻ ഒരു ഗുമ്മ് കിട്ടും. മാസ്റ്റർ ലീഗ് നാളെ കഴിഞ്ഞ് എപ്പോഴും വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അറിയില്ല, മിക്കവാറും നാളെ ആയിരിക്കും. അപ്പോൾ നാളെ വരാണെങ്കിൽ അത്യാവശ്യം കിടിലായിരിക്കും മാസ്റ്റർ ലീഗ്. അത് പുതിയ ഇവന്റ് ആണല്ലോ, പുതിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അത്യാവശ്യം കിടിലായിരിക്കും മാസ്റ്റർ ലീഗ്. അപ്പോൾ നിങ്ങളൊരു എക്സ്പെക്ടേഷനിൽ മാസ്റ്റർ ലീഗ് എന്താ സെറ്റപ്പ് ആവാതെ ഫ്ലോപ്പ് ആവുന്ന കമന്റ് ചെയ്യാം. പിന്നെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമാണ് 1 ബില്യൺ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. എപ്പോൾ വരുമെന്ന് അറിയില്ല. 900 മില്യൺ കഴിഞ്ഞ കൊല്ലം തീർന്നായിരുന്നു. അപ്പോൾ 1 ബില്യൺ മിക്കവാറും 1 ബില്യൺ ആയിട്ടില്ല എനിക്ക് തോന്നുന്നത്. 1 ബില്യൺ മിക്കവാറും ഓഗസ്റ്റ് അപ്ഡേറ്റിന് ശേഷമായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഇവന്റെ ഇടയിൽ കൊണ്ടുവരികയായിരിക്കും. അത് ഉറപ്പില്ല. എപ്പോഴാണോ 1 ബില്യൺ ആയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ 1 ബില്യൺ ക്യാമ്പയിനൊക്കെ വരത്തുള്ളൂ. മിക്കവാറും എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ടൈമിലൊക്കെ ആയിരിക്കും ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ മിക്കവാറും കൊണാമി ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ഇവന്റ് ഒരുമിച്ച് കൊണ്ടുവരാൻ കൊണാമി അത്ര നല്ലവനൊന്നുമല്ല. എല്ലാം കഴിഞ്ഞിട്ട് പതിയൊക്കെയാണ് കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളെ ഒരു എക്സ്പെക്ടേഷനിൽ ഏതിൽ ഇവന്റ് ഇനി വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ വരാൻ പോണ ഇവന്റിൽ ഏറ്റവും നല്ല ഇവന്റ് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി കൊണാമി കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്. ഏതെങ്കിലും വിട്ടുപോയെന്ന് പറയാട്ടോ. പിന്നെ വീഡിയോ ഒന്നുകൂടെ പറയാൻ, വീഡിയോ ആരും ഹൈപ്പ് ചെയ്യാതെ കാണുന്നവർ ഹൈപ്പ് ചെയ്യുക. കമന്റ് ബോക്സിൽ ലെഫ്റ്റിലോട്ട് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അവസാനം വരെ കണ്ടുവരാൻ ലൈക്ക് ചെയ്യുക, സബ് ചാനലൊക്കെ ചെയ്യുക. ഓക്കെ.